ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. എവിടേക്കാന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ തൊഴാൻ പോവുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ടോ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകണം വിചാരിച്ചിട്ട് കുറേ ആയി, അപ്പോൾ പോകാനേ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഗുരുവായൂർ പോവുകയാണ് കേട്ടോ, എല്ലാവരും കൂടി. അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള റെഡി ആവലാണ് കേട്ടോ. അപ്പോൾ സമയം 4:30 എണീച്ചു കേട്ടോ. നമ്മളിവിടുന്ന് ഒരു 6 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ 4 മണിക്ക് അലാറം വെച്ചിട്ട് 4:30 എണീച്ചു. എന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ മോളിനെ വിളിച്ചു വിട്ടു. പിന്നെ മോൾ എണീച്ചു, കുളിച്ചു. പിന്നെ അതിനുശേഷം കണ്ണം ചേച്ചിനെ വിളിച്ചു വിട്ടു. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഏട്ടൻ ലാസ്റ്റ് കുളിച്ചു. അങ്ങനെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ എപ്പോഴും ഞാൻ സെറ്റ് മുണ്ടാണ് കേട്ടോ എടുക്കാറ്. ഗുരുവായൂർ പോകുമ്പോൾ അധികവും എപ്പോഴും സെറ്റ് മുണ്ടാണ് എടുക്കാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് നമ്മുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഗുരുവായൂർ പോകുമ്പോൾ ഇത് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത്തിരി തടി ആയതുകൊണ്ട് കുറച്ച് ബോറായിട്ട് എനിക്കൊരു ഫീൽ ആവുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. എന്നാലും കുഴപ്പമില്ല വിചാരിച്ച് ഞാൻ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങാനായി. 6 മണിക്കാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ പോണ സമയത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഏട്ടനും ഞാനും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മോൾ അപ്പോൾ അതിന് വേണ്ടി പോസ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. പിന്നെ കണ്ണം ചേച്ചിയും റെഡിയായി. കണ്ണം ചേച്ചി ആദ്യം വരുന്നില്ല പറഞ്ഞു, പിന്നെ വരുന്നു പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് റെഡിയാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇതാ പോവാണ് കേട്ടോ. പിന്നെ ഇതാ ചേച്ചിയുടെ മോളാണ് കേട്ടോ, സാന്ദ്ര. അപ്പോൾ അവളും വരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി പോവാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, പിന്നെ വേറെ ഏട്ടൻ്റെ ചേച്ചിമാർ 2 പേരും കൂടി വരുന്നുണ്ട് കേട്ടോ. മൂത്ത ചേച്ചിയും പിന്നെ 3ാമത്തെ ചേച്ചിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വേറെ കാറിലാണ്. അപ്പോൾ നമ്മൾ 2 പേരും ഒരുമിച്ച് ഇറങ്ങി. അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ നമ്മളിതാ യാത്രയൊക്കെ തുടങ്ങി. അപ്പോൾ പുതുനഗരം കഴിഞ്ഞത് നമ്മൾ ഹൈവേയിലെത്തി കേട്ടോ. ആലത്തൂർ കഴിഞ്ഞ് ഹൈവേയിൽ കയറിയിട്ടുണ്ട്. തൃശ്ശൂർ ഹൈവേ ആണ്. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഗുരുവായൂർ പോകണം എന്നുള്ളത്. നമ്മൾ എല്ലാ വർഷവും പോവാറുണ്ട്, വർഷത്തിലൊരിക്കൽ എന്തായാലും പോവും. അപ്പോൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെക്കേഷൻ സമയത്ത് പോകാമെന്ന് തീരുമാനിച്ചു, അപ്പോഴും പറ്റിയില്ല. പിന്നെ ഇതപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീച്ചതല്ലേ, അതുകൊണ്ട് 7 മണി 7:15 ആകുമ്പോഴേക്കും വിശപ്പായി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ശരി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു ഹോട്ടലിൽ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ചേച്ചിമാർ കേട്ടോ. ചേച്ചിമാർ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ പോയി എന്തായാലും നമുക്ക് ലൈൻ നിൽക്കേണ്ടി വരുമല്ലോ. എന്തായാലും 1 മണിക്കൂറെങ്കിലും ലൈൻ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചാലല്ലേ നമുക്ക് ഇത്തിരി ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ലൈൻ നിന്ന് ഭയങ്കര ടയേർഡാവും. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ മോള് റോസ്റ്റാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോഴേക്കും അവിടെ 1/4 മണിക്കൂറായിട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ പുതുനായിട്ടൊന്നും മഴയില്ല, തൃശ്ശൂർ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് എങ്ങനെ തൊഴും, ഗുരുവായൂരിൽ നല്ല മഴയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയ സമയത്ത് മഴയുണ്ടായിരുന്നില്ല കേട്ടോ. ഗുരുവായൂരിൽ ഇതാ കണ്ടില്ല, നമ്മൾ ഗുരുവായൂർ എത്തി, വണ്ടി അവിടെ പാർക്ക് ചെയ്ത ശേഷം പിന്നെ അവിടെ നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും പൂവൊക്കെ വാങ്ങിച്ച് അവിടെ തന്നെ പൂവൊക്കെ വെച്ച് പിന്നെ നമ്മളവിടെ അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ സമയത്തൊന്നും മഴയുണ്ടായിരുന്നില്ല കേട്ടോ. പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളവിടെ എത്തിയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈൻ നിൽക്കണ ആ സമയത്തായിരുന്നു കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോണ വഴിയിൽ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ പോയാൽ എന്തായാലും നമുക്ക് ഫോണൊന്നും കയ്യിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഫോണും ബാഗും എല്ലാം നമ്മളവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ പോണത് നമ്മൾ. അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ ഗുരുവായൂരിൽ. എപ്പോഴും ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ വിചാരിച്ചത് ദിവസം ആയതുകൊണ്ട് അധികം തിരക്ക് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തൊഴാനൊക്കെ ഒരുപാട് സമയം നമ്മൾ ലൈൻ നിന്നു.
ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. ബാഗൊക്കെ അവിടെ കൊടുക്കണം, ഫോണും അവിടെയൊക്കെ കൊടുക്കണം. അപ്പോൾ വഴിയിലത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. എപ്പോഴും സൺഡേ ഒക്കെ അല്ലേ നല്ല തിരക്കുണ്ടാവുക, പക്ഷെ ഇന്ന് വ്യാഴാഴ്ചയാണ്, എന്നാലും കൂടി ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും നമ്മൾ ലൈൻ നിന്നിട്ട് തന്നെ തൊഴണം. അപ്പോൾ നമ്മൾ ആ ബാഗും എല്ലാം അവിടെ കൊടുത്ത ശേഷം ലൈൻ നിൽക്കാൻ പോവാണ് കേട്ടോ. നമ്മളൊരു എന്താ പറയുക, ഒരു 10:30-11 മണിക്ക് അല്ല 10:30 സമയത്ത് ലൈൻ നിന്നിട്ട് നമ്മൾ തൊഴുതത് വന്നിട്ട് 2 മണി 2 മണിയായിട്ട്, നമ്മൾ പുറത്തിറങ്ങാനായിട്ട് 2 മണിയായി. അത്രയും സമയം എടുത്തു കേട്ടോ. അപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ തൊഴുത് വന്ന ശേഷം നമ്മൾ അവിടുന്ന് പ്രസാദം, എപ്പോഴും നമ്മൾ അവിടുന്ന് പ്രസാദം കഴിച്ചിട്ടാണ് വരാറ് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് പ്രസാദം കിട്ടിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തൊഴുതിറങ്ങാൻ തന്നെ ലേറ്റ് ആയല്ലോ. പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു അവിടെ. അപ്പോൾ അതിന് മുന്നിൽ ലൈൻ നിൽക്കാൻ ആർക്കും വയ്യാണ്ടായി, എല്ലാവർക്കും വയ്യാണ്ടായിട്ടോ. അപ്പോൾ ഭയങ്കര ടയേർഡായി, ഭയങ്കര വിശപ്പും. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളിതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്കുള്ള കളിപ്പാട്ടം, കുഞ്ഞുപെണ്ണിനൊരു ബൊമ്മക്കുട്ടി വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ, അതിന് ശേഷം കേട്ടോ, അത് പിന്നെ എല്ലാം കഴിഞ്ഞ് പോകാറാകുമ്പോൾ കുറേ നേരം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ അങ്ങനെ കുറേ നേരം നടന്നു കേട്ടോ. അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ. പിന്നെ നമ്മൾ ഒരു 4 മണിക്കൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ ഷോർട്സ് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആകെ ടയേർഡായിട്ടോ. നമ്മൾ രാവിലെ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങി. പിന്നെ അങ്ങനെ കുറേ ലൈനൊക്കെ നിന്നില്ലേ, അങ്ങനെ ക്ഷീണിച്ചോ, ഭയങ്കര ടയേർഡായിട്ടോ. മോൾക്കൊന്നും വീഡിയോ എടുക്കാനേ വയ്യ. അപ്പോൾ മോളുടെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. അവൾ ആകെ ടയേർഡായിട്ട് അയ്യോ എനിക്ക് വയ്യമ്മ വീഡിയോ ഒന്നും എടുക്കണ്ട പറഞ്ഞിട്ട് അവളൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ ഇത് അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ. ഇവിടെ നിന്ന് കുറേ വീഡിയോ നമ്മൾ നന്ദൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലെയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. ക്യാമറയാണെങ്കിൽ ചതിച്ചു കേട്ടോ. ക്യാമറയാണെങ്കിൽ ക്ലാരിറ്റിയേ കിട്ടുന്നില്ല. അവിടെ ആണെങ്കിൽ ഡിമ്മായി പോവുമായിരുന്നു കേട്ടോ. ഫോൺ എന്തോ ഒരു കംപ്ലൈൻറ്റും ആയിട്ട് ആകെ എന്താ പറയുക, വീഡിയോസ് ഒന്നും അങ്ങനെ ശരിക്കും എടുക്കാൻ പറ്റിയില്ല. നല്ല ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അതായിരുന്നു ആകെ വിഷമമായ ഒരു കാര്യമെന്ന് വെച്ചാൽ അതായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കണ്ടേ നല്ല ക്ലാരിറ്റി ആയിട്ട്. എന്തായാലും ഇനി ഫോണൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ട്. ഫോണൊക്കെ മാറ്റിയിട്ട് വേണം നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീടെത്തിയിട്ട്, വീട് പറഞ്ഞത് ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഏട്ടൻ്റെ മൂത്ത ചേച്ചിയുടെ വീടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഗുരുവായൂർ പോയല്ലോ. അപ്പോൾ ചേച്ചിനെ ഇവിടെ ആക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു 7-7:30 ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ സ്നാക്സും അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മളൊരു വീട്ടിലെത്തുമ്പോൾ 7-7:30 ആയിക്കാണും കേട്ടോ. നൈറ്റ് പിന്നെ ഫുഡൊന്നും പുറത്തുനിന്നൊന്നും കഴിച്ചില്ല കേട്ടോ. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ്. പിന്നെ വിശപ്പും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഗുരുവായൂർ യാത്ര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിരുന്നു. കുറേ ദിവസത്തെ എന്താ പറയുക, ഗുരുവായൂർ പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് അത് സാധിച്ചത്. അപ്പോൾ എല്ലാവരും കൂടി പോയി. നമ്മളിങ്ങനെ പോയിട്ട് കുറേ ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടി പോയത് മോൾക്ക് ചോറ് കൊടുക്കാൻ ആ സമയത്തായിരുന്നു കേട്ടോ. മോൾക്ക് 6-ാം മാസത്തിൽ ചോറ് കൊടുക്കില്ല. നമ്മൾ ആ സമയത്താണ് ചേച്ചിമാരും എല്ലാവരും കൂടിയിട്ട് പോയത്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ പോണേ. അല്ലെങ്കിൽ എപ്പോഴും ഞാനും ഏട്ടനും മോളും പിന്നെ അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് പോവാറ്. അപ്പോൾ ഇന്ന് പിന്നെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി വന്നു. തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുമ്പോൾ മോള് പാനിപൂരി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പാനിപൂരി കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടം. എനിക്ക് കാണുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ പച്ച കളറൊരു വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കെന്തോ അത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഇതുവരെ ഞാനത് കഴിച്ച് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം മോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ശരി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പാനിപൂരി കഴിക്കണത്. അപ്പോൾ അതെങ്ങനെ കഴിക്കാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതാ മോളുടെ അടുത്തൊക്കെ ചോദിച്ച് അത് ഓട്ടയാക്കിയിട്ട് അതിൽ കുറച്ച് മസാലയും പിന്നെ ഉള്ളിയും ഇട്ടിട്ട് പിന്നെ ഈ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ വായിലിട്ടാൽ മതി പറഞ്ഞു കേട്ടോ. അതാണെങ്കിൽ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അതെനിക്ക് വായിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവരത് കണ്ടിട്ട് ഒരേ ചിരി. അപ്പോൾ എനിക്ക് അത് ഇത്തിരി വലിപ്പമുള്ളൊരു പൂരിയായിരുന്നു കേട്ടോ. ഇത്തിരി വലിപ്പമുണ്ട്.
അപ്പോൾ അത് നമുക്ക് വായിലേക്ക് കൊള്ളുന്നില്ല, എങ്ങനെയൊക്കെയോ ഇട്ട് കഴിച്ചു. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അത്ര ഇതൊന്നുമല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 3 എണ്ണമൊക്കെ കഴിച്ചു. പിന്നെ മോളും പിന്നെ സാന്ദ്രയും കൂടി ബാക്കിയുള്ളതൊക്കെ കഴിച്ചു കേട്ടോ. ഏട്ടനൊന്നും കഴിച്ചില്ല. പിന്നെ ഏട്ടന് ഉപ്മാവ് മതി പറഞ്ഞു കേട്ടോ. രാത്രി കഴിക്കാനായിട്ട് ഉപ്മാവ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാവ് ഉണ്ടായിരുന്നില്ല, മാവ് ഉണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്മാവ് ഇഷ്ടമാണ്, അപ്പോൾ ഉപ്മാവ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏട്ടന് ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ മോൾക്കാണെങ്കിൽ ഒന്നും വേണ്ട പറഞ്ഞു. പിന്നെ ഞാനും ഒന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ടയേർഡായതുകൊണ്ട് പെട്ടെന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്നായി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ യാത്ര വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.